ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഈ സമീപ ദിവസങ്ങളിൽ വന്ന ചില രാഷ്ട്രീയ നിലപാടുകളുണ്ടല്ലോ കേരളത്തിൽ, അതിലെല്ലാം സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ എടുക്കുന്ന സമീപനം എന്താണ് എന്ന് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നിങ്ങൾ മറച്ചു പിടിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ചാനൽ ചർച്ചകൾ നടക്കുമ്പോൾ നിങ്ങൾ CPM-നെ ആക്രമിക്കുന്നതിന് വേണ്ടി എടുത്തുപയോഗിച്ചിട്ടുള്ള ചില വാദഗതികളുണ്ടല്ലോ, അത് എവിടെയാണ് ചെന്നെത്തി നിൽക്കുന്നതെന്ന് തന്നെ സംബന്ധിച്ചതല്ല നമ്മുടെ ചർച്ചാ വിഷയം. എങ്കിലും ഞാനത് പൊളിച്ചു പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്റെ ക്രെഡിറ്റ് വേറെ ആർക്കും കൊടുക്കല്ലേ പ്ലീസ്. നിങ്ങൾ എടുക്കുന്ന നിലപാട് അരാജകവാദികളുടേതും അവരെ സംരക്ഷിക്കുന്നതും അവരെ പിന്തുണയ്ക്കുന്നതുമായ നിലപാട് ഇതെല്ലാം വ്യക്തമായി അറിയാമല്ലോ. ഈ അടുത്ത കാലത്ത് തന്നെ പൊതുവേദിയിൽ അല്ല, അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന പൊതുവേദിയിൽ ശ്രീ സന്ദീപ് വാര്യർ അടക്കം നടത്തിയിട്ടുള്ള പ്രസംഗം അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പിന്നെ വൈരാഗ്യം സൂക്ഷിക്കുന്ന നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഞാനൊന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ഞാൻ പറയാം. കേരളത്തിന്റെ ഞാനൊന്ന് പറയട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? തുടർച്ചയായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറിയാവുന്നവർക്കറിയാം. അദ്ദേഹം വൈരാഗ്യം സൂക്ഷിക്കുന്നയാളാണോ? അദ്ദേഹം സ്നേഹിക്കാൻ കൊള്ളാവുന്നയാളാണോ? എന്നിട്ട് ഇല്ലയോ എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾ 10 വർഷമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പലരും കാണിച്ചിട്ടുണ്ട്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. വ്യക്തിപരമായി നമുക്ക് വേറെ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അല്ലല്ല, എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കരുത്. നിങ്ങൾ കേരള കൗൺസിൽ പിണറായി വിജയന്റെ വൈരാഗ്യത്തിന്റെ 100 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. കേരള കൗൺസിൽ പിണറായി വിജയന്റെ വൈരാഗ്യത്തെ കുറിച്ച് നിങ്ങൾ വ്യക്തിപരമായി പറയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെ കുറിച്ച് എനിക്ക് വേറെ വ്യക്തിപരമായി പറയേണ്ടി വരും. അങ്ങനെ ഭയങ്കരം തന്നെ പറയാം. അങ്ങനെ ഒരു ചർച്ച മാതൃഭൂമിയുടെ ഫ്ലോറിൽ നടത്തിക്കൊണ്ട് പോകുന്നത് ഉചിതമായിരിക്കും. അത് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈരാഗ്യ ബുദ്ധിയുള്ള ആളാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ 100 തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പോലെയും നിങ്ങളുടെ നേതാക്കന്മാരെ പോലെയും വൈരാഗ്യ ബുദ്ധിയും അങ്ങേയറ്റത്തെ കൊള്ളരുതായ്മയും കയ്യിൽ വെച്ച് പുലർത്തുന്നയാളല്ല ശ്രീ പിണറായി വിജയൻ. എന്തോ എങ്ങനെ നിങ്ങൾ എവിടെ വേണോ ഏത് തലം വേണോ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ആരോട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ആവശ്യമില്ലാതെ പിണറായിയെ കയറി ചൊറിഞ്ഞ് കുലംകുത്തി എന്ന് വിളിച്ചത് അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? എന്തെങ്കിലും ഹൈപ്പ് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. അത് തോളിൽ ചാരി കിട്ടാൻ വേണ്ടി ശ്രമിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അല്ലല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈപ്പ് നിങ്ങൾ പിണറായിയെ ചൊറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. അതിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തോട് കിട്ടണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ ആരോപണം ഇരിക്കുമ്പോൾ അതെങ്ങനെയാണ് ചൊറിയിലാകുന്നത്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും അങ്ങേയറ്റ വംശീയ വിദ്വേഷം പുലർത്തുന്ന പ്രസംഗം നടത്തിയിട്ടുള്ള ഒരു നേതാക്കന്മാരിൽ ഒരിക്കലും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾ. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. മുസ്ലിങ്ങളെ കഴുത്തിൽ ടയർ കത്തിച്ച് പാകിസ്ഥാനിലേക്ക് ഒരു പക്ഷേ വംശീയതയുടെ അങ്ങേയറ്റത്തെ മനസാക്ഷി മരവിപ്പിക്കുന്ന എന്ത് പറ്റിയടാ പറയാൻ കഴിയും? ഈ കാര്യം പറഞ്ഞ KT ജലീൽ ഇപ്പൊ കോടതി കയറി നടക്കാണ്. പച്ചക്കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രസംഗം തെളിയിക്കണം? നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രസംഗമാണ്.
പൂർവാശ്രമത്തിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാത്തത്? നടത്തിയിട്ടുള്ള പ്രസംഗമാണ് ഞാൻ അടിവരായിട്ട് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പൂർവാശ്രമത്തിൽ എവിടെ നടത്തി? പ്രസംഗമാണ് ഞാൻ അടിവരായിട്ട് പറയുന്നത്. നിങ്ങളുടെ പോലീസ് എന്താ അറസ്റ്റ് ചെയ്യുന്നത്? പിണറായിയുടെ പോലീസ് എനിക്കെതിരെ കേസ് തന്നെ ഞാൻ അങ്ങനെ പ്രസംഗിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിരുന്നു. ആ നിങ്ങളാണ് യാതൊരുവിധ കാരണവും അടിസ്ഥാന ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. പ്രത്യക്ഷമായും പരോക്ഷമായും പിണറായിയെ എന്തിനും ഏതിനും പിണറായി വിമർശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പിണറായിയെ പറയാൻ പറ്റുന്ന നിയമമുണ്ടോ? പിണറായി ഇനിയും പറയും കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് വിമർശിക്കും, രാഷ്ട്രീയമായിട്ട് വിമർശിക്കും. പിണറായി വിമർശനത്തിന് അധികമൊന്നുമല്ല, ചക്രവർത്തിയൊന്നുമല്ല. ഈ കേരളം ഭരിക്കുന്ന ചക്രവർത്തിയൊന്നുമല്ല പിണറായി വിജയൻ. ഞങ്ങൾ വിമർശിക്കും, ശക്തമായിട്ട് എതിർക്കും. അത് ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അതിൽ നിന്ന് എന്തിനാ ഒളിച്ചോടുന്നത്? നിങ്ങൾ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നിങ്ങൾ പറയാൻ തയ്യാറാകണം. അത് എന്റെ അറിവില്ലാത്ത കാലത്ത് ഞാൻ അതെ എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? AK ബാലൻ തന്ന സർട്ടിഫിക്കറ്റ് എന്നെ എടുത്തിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. AK ബാലൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്റെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ അടച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്കാം. ഞാൻ ചെയ്ത ഒരു കേരളത്തിന്റെ പൊതുസമൂഹത്തെ നോക്കി ആർജവത്തോടു കൂടി പറയാൻ ശ്രീ സന്ദീപ് വാര്യർ തയ്യാറാകണം. ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നത്? നിങ്ങളെ പോലുള്ള ആളുകൾ പിണറായി വിമർശിക്കാൻ. ആരാണ് പിണറായി എന്ന് അറിയാവോ നിങ്ങൾക്ക്? നിങ്ങൾ പിണറായിയുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? തലശ്ശേരി കലാപത്തെ ഞാൻ സുബോധത്തോടുകൂടി തന്നെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കോൺഗ്രസ് ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. എന്ത് വാചക സർത്തും എവിടെ നിന്നും അടിക്കാൻ ആരെക്കുറിച്ചും പിന്നെ സ്ഥാനമാനം കിട്ടിയതായി നിങ്ങൾ പെരുമാറാറുണ്ട്. അത് ശരിയല്ല, അത് ശരിയല്ല. കേരള രാഷ്ട്രീയത്തിൽ ശ്രീ സുരേഷ് കുമാർ നമുക്കൊരു വ്യക്തത വരുത്താം. അദ്ദേഹം BJP പ്രവർത്തകനായിരിക്കുന്ന സന്ദർഭത്തിൽ നേരത്തെ എന്നോട് ചോദിച്ചല്ലോ ഒരു കാര്യം. ആ കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തത വരാനുള്ളത് കൊണ്ടാണ്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അദ്ദേഹം പ്രസംഗം നടത്തിയിട്ടില്ല എന്ന് പറയരുത്. അദ്ദേഹം പലരെയും എടുക്കുമെന്ന് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ഇവർ കോൺഗ്രസ് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നിങ്ങൾ വെറുതെ വിടുന്നത് അല്ല, പറയാൻ അനുവദിക്കാത്ത മൂവാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.